ഇത് രാജഗോപാലൻ കാരപ്പറ്റ. രാജഗോപാലൻ കാരപ്പറ്റ എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ വിശദീകരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ വിവരിക്കണം, വർണ്ണിക്കണം എന്നൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ അടുത്ത സുഹൃത്താണ്, അയൽവാസിയാണ്, നാട്ടുകാരനാണ്, അയൽവാസിയാണ്, സഹപാഠിയാണ്. 5ാം ക്ലാസ് മുതൽ ഒന്നിച്ച് പഠിച്ച ആളാണ്. ഇവിടെ വട്ടോളി സംസ്കൃതം ഹൈസ്കൂളിൽ ലീഡറായിരുന്നു. ചിത്രകാരനാണ്, ഗായകനാണ്, കവിയാണ്, നടനാണ്, നാടക സംവിധായകനാണ്. ഇങ്ങനെ പറഞ്ഞാൽ തീരില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില യൂറിൻ തെറാപ്പിയായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം. എന്തായിരുന്നു അത്? എനിക്ക് ഒരു 15 വയസ്സിൽ അങ്ങനെ ഒരു കണ്ണ് ഉള്ള ഭാഗത്ത് കല്ല് എന്ന് പറയും, അതിന് കുറച്ച് കട്ടിയായിട്ട് വരിക എന്നുള്ള. അത് പിന്നെ നമ്മുടെ പപ്പ് ഡോക്ടറൊക്കെ കാണിച്ചു. അയാൾ പറഞ്ഞ് സാരമില്ലടാതെ മാറിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി. പപ്പു ഡോക്ടർ നമ്മുടെ നാട്ടിലെ വളരെ പ്രഗത്ഭനായ ഡോക്ടറായിരുന്നു. അതെ, അനുഭവ സിദ്ധി ഒരുപാടുള്ള ഡോക്ടറായിരുന്നു. പിന്നെ അപ്പോൾ കുറേ കാലത്തിന് ശേഷം, ഇപ്പോൾ ഒരു 4-5 കൊല്ലമായിട്ടുണ്ടാവും, അത് വീണ്ടും ആ ഭാഗത്ത് ഇങ്ങനെ കല്ലിച്ച് വന്ന് കുറച്ച് തടിച്ചിട്ട് ഇങ്ങനെ വേദനയും അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ ഇത് ഇത്തരത്തിലുള്ള അസുഖം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ടെസ്റ്റ് ചെയ്യാൻ ബയോപ്സിക്കൊക്കെ കൊടുത്താൽ ക്യാൻസറായിട്ട് വരുവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആയി തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയുമെന്നൊക്കെ എനിക്ക് ഒരുപാട് ആൾക്കാരുടെ അനുഭവം വായിച്ചിട്ടും നേരിട്ട് അറിഞ്ഞിട്ടൊക്കെ ഉള്ളതായതുകൊണ്ട് ഞാനിങ്ങനെ, എൻ്റെ സുഹൃത്താണല്ലോ നാരായണൻ, പിന്നെ ടി നാരായണൻ വട്ടോളി എന്ന് പറയുന്ന സുഹൃത്ത്, അദ്ദേഹം യൂറിൻ തെറാപ്പിയുടെ ഇംഗ്ലീഷിലുള്ള പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ആളാണ്. ഒരുപാട് ആൾക്കാരുടെ പല രോഗങ്ങളും മാറിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട്, ക്യാൻസർ സംബന്ധമായിട്ടുള്ള പല അസുഖങ്ങളും മാറിയതായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഞാനിത് പോയി ഡോക്ടറെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ബയോപ്സി എടുത്ത് ക്യാൻസറാണ് അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ട്, അതിന് എന്താ രക്തം മാറ്റുന്ന ചികിത്സക്ക് എന്താ പറയുക, പിന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനല്ല, പിന്നെ ക്യാൻസറിൻ്റെ ചികിത്സ തന്നെ ഇല്ലേ നമ്മൾ സാധാരണ, അത് വന്നാൽ മുടിയൊക്കെ കൊഴിയുക, കീമോതെറാപ്പിയൊക്കെ ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു ഭയം എനിക്കുണ്ടായി. ഞാൻ അല്ലാതെ തന്നെ മാറുമെന്നുള്ള എനിക്കൊരു ആത്മവിശ്വാസം ഇതുകൊണ്ട് മാറുമെന്ന്. അങ്ങനെ ഞാൻ യൂറിൻ അങ്ങ് കഴിക്കാൻ തുടങ്ങി. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റിട്ട് ആദ്യത്തെ മൂത്രം കുറച്ച് തുള്ളികൾ പുറത്തേക്ക് കളഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു മാസം ഞാൻ കഴിച്ചപ്പോൾ തന്നെ ഇതിന് വ്യത്യാസം വരാൻ തുടങ്ങി. വേദന കുറഞ്ഞു, അതിൻ്റെ കട്ടി കുറഞ്ഞു. 2 മാസം കൊണ്ട് പൂർണ്ണമായിട്ടും മാറി. കുറേ കാലത്തിന് ശേഷം, ഏതാണ്ട് 1 കൊല്ലത്തിന് ശേഷം വീണ്ടും ഇടത്തെ ഭാഗത്ത് അത് വന്നു. പക്ഷെ ആദ്യത്തെ അത്ര ശക്തിയിലല്ല വന്നത്. അത് ഞാൻ വീണ്ടും ഇതേ ചികിത്സ തന്നെ ചെയ്തു. അത് രണ്ടും കംപ്ലീറ്റ് ആയിട്ട് മാറി. കുടിക്കുക മാത്രമാണ് ഇത്? ചിലപ്പോൾ കുളിക്കുമ്പം ഒക്കെ ഞാൻ കുറച്ച് നേരം പുരട്ടുകയും അങ്ങനെ പ്രസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്, മൂത്രവും കൂടി മസാജ് ചെയ്യാൻ. അതുപോലെ തന്നെ എനിക്ക് വേറെ വെച്ചാൽ കണ്ണിൽ ചുവപ്പുണ്ടായിരുന്നപ്പോഴൊക്കെ ഞാൻ മൂത്രത്തിൻ്റെ തുള്ളികൾ മാത്രം, വേറെ മരുന്നൊന്നും ഉപയോഗിക്കാതെ തന്നെ വളരെ വേഗം മാറിയിട്ടുണ്ട്. പലർക്കും ഞാനത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ചൊറിച്ചൽ, അതും പിന്നെ കൊതുകടിച്ചാലുള്ള വേദന, അല്ലെങ്കിൽ ചൊറിച്ചൽ, പിന്നെ തൂവ പൊള്ളിയാൽ, ഇതിനൊക്കെ ഇത് ഫലപ്രദമാണെന്ന് ഞാൻ നേരിട്ട് പരീക്ഷിച്ചിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ശരി. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു കൂട്ടർ പറയും അനുഭവങ്ങളൊന്നും ശാസ്ത്രീയമല്ല എന്ന് പറയും. പക്ഷേ എന്തുകൊണ്ട് ഈ അനുഭവം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ട് പഠിക്കേണ്ടത്. അതെ. അപ്പോൾ ആ ഒരു പഠനം നടത്താനാണ് ഈ ശാസ്ത്രീയതയെക്കുറിച്ച് വാദിക്കുന്ന ആൾക്കാർ തയ്യാറാവേണ്ടത്. ഇപ്പോൾ നമ്മുടെ രാജലക്ഷ്മി ടീച്ചർ ഇപ്പോൾ ഒരു അനുഭവം പറഞ്ഞു, അത് അവരുടെ അമ്മയുടെ സോറിയാസിസ് മാറിയ കാര്യം പറഞ്ഞു. അതേപോലെ പലരും ഇതുപോലുള്ള അനുഭവങ്ങൾ പറയുമ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള കാര്യത്തിൽ പഠനം നടത്തണം, ഗവേഷണം നടത്തണം, അങ്ങനെ തെളിയിക്കണം എന്നുള്ളതാണ് നമുക്ക് ആവശ്യപ്പെടാറുള്ളത്. തീർച്ചയായിട്ടും.